ഓക്കെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇക്വിലിബ്രിയത്തിനെ പറ്റിയാണ്. മെയിനായിട്ട് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. അപ്പൊ അയോണിക് ഇക്വിലിബ്രിയം അതൊന്നും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല, അത് വേറെ ക്ലാസ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇക്വിലിബ്രിയം പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു റിയാക്ഷൻ നോക്കിയാൽ അത് എപ്പോഴും ഇങ്ങനെ ആ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കുമല്ലോ. ഒരു പോയിന്റ് എത്തുമ്പോൾ പിന്നെ ആ റിയാക്ഷൻ മുമ്പോട്ടും ബാക്കോട്ടും ഉള്ള റിയാക്ഷൻ ഈക്വൽ ആവും. അപ്പൊ അതിനാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മുമ്പോട്ടേക്കുള്ള റിയാക്ഷനും ബാക്കോട്ടേക്കുള്ള റിയാക്ഷനും ഈക്വൽ ആകുമ്പോൾ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ദ സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് വരില്ല അല്ലെ. അപ്പം എത്ര പ്രൊഡക്ട്സ് ആണ് ഉണ്ടാവുന്നത്, അങ്ങനെ തന്നെ റിയാക്ടൻസ് ഉണ്ടാവുന്നതും മാറ്റം വരില്ല. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് ദ സിസ്റ്റം ഡസ് നോട്ട് ഷോ എനി ചേഞ്ച്. പിന്നെ ടെമ്പറേച്ചർ, പ്രഷർ അതൊക്കെ കോൺസ്റ്റന്റ് ആയി വെക്കുമ്പോഴാണ് നമ്മൾ ഇക്വിലിബ്രിയം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി നമുക്ക് രണ്ട് ടൈപ്പ് ഇക്വിലിബ്രിയം ഉണ്ട്. ഒന്ന് ഫിസിക്കൽ ഇക്വിലിബ്രിയം, പിന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം. ഫിസിക്കൽ ഇക്വിലിബ്രിയം പറഞ്ഞാൽ എന്താ? നമ്മൾ കാണുന്ന ചേഞ്ചസ്, നമ്മൾ കാണുന്ന റിയാക്ഷനിൽ വെറും ഫിസിക്കൽ ചേഞ്ചസ് മാത്രമാണെങ്കിലുള്ളത് അതിന് നമ്മൾ ഫിസിക്കൽ ഇക്വിലിബ്രിയം പറയും. ഇനി നമ്മൾ കാണുന്ന റിയാക്ഷനിൽ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം പറയും. നമുക്ക് ഫിസിക്കൽ റിയാക്ഷനും കെമിക്കൽ റിയാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് അറിയാം. പിന്നെ ഇക്വിലിബ്രിയത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗം എന്താണ്? അതിൽ ഗിബ്സ് ഫ്രീ എനർജി, അത് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇക്വിലിബ്രിയം. ഇനി നമുക്ക് ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ലിക്വിഡ് വേപ്പർ ആവുന്നത് അതൊരു ഫിസിക്കൽ പ്രോസസ്സാണ്. അതിൽ മാറ്ററിന്റെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ മാറുന്നേ ഉള്ളൂ. ലിക്വിഡിന് ഗ്യാസ് ആവാം. അപ്പൊ അതൊരു ഫിസിക്കൽ ഇക്വിലിബ്രിയം ആണ്. നമ്മൾ ടെമ്പറേച്ചർ മാറ്റിയില്ലെങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ വേപ്പർ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്കുള്ളത് സോളിഡ് നിന്ന് ലിക്വിഡ് ആവുന്നത്. അതൊരു കോൺസ്റ്റന്റ് പ്രഷർ, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും നമ്മൾ എത്ര സോളിഡ് ഉള്ളത് എത്ര ലിക്വിഡ് ഉള്ളത് ഒരു പോയിന്റ് എത്തുമ്പോൾ അതും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഏത് ഈ ഫിസിക്കൽ പ്രോസസ്സുകളൊക്കെ നോക്കിയാൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ നമുക്ക് ഒരു ഇക്വിലിബ്രിയം റീച്ച് ചെയ്യും. ഓക്കെ, ഒരു പോയിന്റ് എത്തുമ്പോൾ ഇതിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആയി നിൽക്കും, മാറൂല. അപ്പൊ അതാണ് നമ്മൾ ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിൽ ആകെ എത്രയും നോക്കാനുള്ളൂ. ഇനി നമുക്ക് കെമിക്കൽ ഇക്വിലിബ്രിയം നോക്കാം. കെമിക്കൽ ഇക്വിലിബ്രിയം ഏത് കെമിക്കൽ റിയാക്ഷൻ നോക്കിയാലും നമുക്ക് കിട്ടുന്നതാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. മെയിനായിട്ട് റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻസ്. അപ്പൊ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലും ഫിസിക്കൽ ഇക്വിലിബ്രിയം മാതിരി കോൺസെൻട്രേഷൻ ഓഫ് ഈച്ച് ഓഫ് ദ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ബിക്കം കോൺസ്റ്റന്റ്. കാരണം അതാണല്ലോ ഇക്വിലിബ്രിയത്തിന്റെ ഡെഫിനേഷൻ. പിന്നെ അറ്റ് ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പൊ മുമ്പോട്ടേക്കുള്ള റിയാക്ഷന്റെ സ്പീഡും ബാക്കോട്ടേക്കുള്ള റിയാക്ഷന്റെ സ്പീഡും ഈക്വൽ ആവും. അപ്പൊ എത്ര പ്രൊഡക്ട്സ് ആണ് ഉണ്ടാവുന്നത്, ആ സെയിം എമൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് പിന്നെ റിയാക്ടൻസ് ആവില്ലേ. അപ്പം നെറ്റ് കോൺസെൻട്രേഷൻ ചേഞ്ച് വരുന്നില്ല. കെമിക്കൽ ഇക്വിലിബ്രിയം ക്യാൻ ഓൺലി ബി എസ്റ്റാബ്ലിഷ്ഡ് if none of the products is allowed to escape out or separate out as a solid. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ ആണ് നമുക്ക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ പറ്റുക. കാരണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഗ്യാസ് വിചാരിക്കും, ആ ഗ്യാസ് റിലീസ് ചെയ്ത് പോയാൽ ആ ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ കുറയൂലേ. അപ്പൊ കൂടുതൽ ഗ്യാസ് ഉണ്ടോ, ആ ഗ്യാസും പോകും. അപ്പൊ ഇവിടെ കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറയൂലേ. അപ്പൊ റിയാക്ഷൻ ഫോർവേഡ് മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിലാണ് നമുക്ക് കെമിക്കൽ ഇക്വിലിബ്രിയം കിട്ടുക. പിന്നെ is not allowed to separate out as solid. അപ്പൊ precipitation നടന്നാലും ഇക്വിലിബ്രിയം നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റൂല, കാരണം അതിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും അല്ലെ. എക്സാമ്പിൾ, if CO2 gas escapes out in case of decomposition of CO3, the reaction will no longer remain reversible. അത് മുമ്പോട്ടേക്ക് തന്നെ നീങ്ങി നിൽക്കും. റിവേഴ്സിബിൾ റിയാക്ഷന് മാത്രമേ നമുക്ക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയാൽ AgCl ആണെങ്കിൽ precipitate ചെയ്തു പോകും. അപ്പം ഈ റിയാക്ഷൻ ഫോർവേഡ് ആയിട്ട് പോകും. അങ്ങനെ കെമിക്കൽ ഇക്വിലിബ്രിയം ക്യാൻ ബി അറ്റൈൻഡ് ഫ്രം ഈതർ ഡയറക്ഷൻ. നമ്മൾ റിയാക്ടൻസ് തുടങ്ങിയാൽ അത് കുറച്ച് പ്രൊഡക്ട്സ് ഫോം ചെയ്ത് ഇക്വിലിബ്രിയം റീച്ച് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ട്സ് തുടങ്ങിയാൽ അത് കുറച്ച് റിയാക്ടൻസ് ഫോം ചെയ്ത് അതും ഇക്വിലിബ്രിയം റീച്ച് ചെയ്യും. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങിയാലും നമുക്ക് കെമിക്കൽ ഇക്വിലിബ്രിയം റീച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നമ്മളെ കെമിക്കൽ ഇക്വിലിബ്രിയം. നമുക്ക് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്താ നോക്കാം. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണ് പറയുന്നത്? അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ, അത് ഇമ്പോർട്ടൻ്റ് ആ. ഓക്കെ, അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ the product of concentrations of the reaction products
raised to the respective stoichiometric coefficient in the balanced chemical equation divided by the product of concentrations of reactants raised to individual stoichiometric coefficients has a constant value. This is known as equilibrium law or law of chemical equilibrium. അപ്പം ഇത് കുറേ പറയണ്ടല്ലോ ഇതില്, നമുക്ക് ചെറുതാക്കി എഴുതാം. എന്താണ് അവർ പറയുന്നത്? ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ അപ്പൊ നമുക്കിവിടെ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാം. ഓക്കെ, അതില് the product of concentrations of the reaction products. അപ്പം റിയാക്ഷൻ പ്രൊഡക്ട്സിന്റെ പ്രൊഡക്റ്റ് അവരുടെ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ് raised to their respective stoichiometric coefficient. Raised to their respective stoichiometric coefficient divided by product of concentration of the reactants. Concentration of reactants avarum raised to stoichiometric coefficients is a constant. ഇതിനൊരു കോൺസ്റ്റന്റ് വാല്യൂ. ഇതാണ് നമ്മളെ ഇക്വിലിബ്രിയം ലോ പറയുന്നത്. ഓക്കെ, ഇത്രേ പറയുന്നുള്ളൂ. ഈ ഫോർമുല ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഈ ലോ. ഇതില് നമ്മൾ കണ്ടല്ലോ ഈ റിയാക്ഷന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc. ഇനി അത് നമ്മൾ തിരിച്ചെഴുതിയാലോ, ഇവിടെ എയും ബിയും ആണ് റിയാക്ടൻസ്, ഇവിടെ എയും ബിയും ആണ് പ്രൊഡക്ട്സ്. അപ്പൊ തിരിച്ചെഴുതിയാല് Kc, പുതിയ Kc ഡാഷ്, പുതിയ Kc is equal to 1/Kc. ഓക്കെ, നമ്മൾ തിരിച്ചെഴുതിയാല് ഇവിടെയും തിരിഞ്ഞു വരും. പിന്നെ അവസാനം എല്ലാത്തിനെയും കൂടി നമുക്ക് n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ ഫുൾ റിയാക്ഷനെ നമ്മൾ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ, പുതിയ Kc is equal to Kc raised to n. ഓക്കെ, അപ്പൊ അതാണ് നമ്മളെ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. പിന്നെ ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വെച്ചിട്ട് നമുക്ക് ഇനി കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഹോമോജീനസ് ഇക്വിലിബ്രിയം, ഹെട്രോജീനസ് ഇക്വിലിബ്രിയം നോക്കാം. ഹോമോജീനസ് ഇക്വിലിബ്രിയം പറഞ്ഞാല് എല്ലാ റിയാക്ടൻസും പ്രൊഡക്ട്സും ഒക്കെ ഗ്യാസസ് ആയിരിക്കും. ഓക്കെ, എല്ലാം ഗ്യാസസ് ആണ്. അപ്പൊ ഹോമോജീനസ് ഇക്വിലിബ്രിയത്തിൽ ഗ്യാസസിനെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് പ്രഷറും ഉണ്ടാവുമല്ലോ, ഓരോ ഗ്യാസസിന്റെ പാർഷ്യൽ പ്രഷർ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഇതുവരെ നോക്കിയ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc നമ്മൾ കോൺസെൻട്രേഷൻ വെച്ചിട്ടായിരുന്നു ഡിസ്ക്രൈബ് ചെയ്തത് അല്ലെ. നമുക്ക് മുമ്പത്തെ സ്ലൈഡിലേക്ക് പോവാം. കോൺസെൻട്രേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഗ്യാസസ് ഉണ്ടായിട്ട് നമുക്ക് പ്രഷറിന്റെ ബേസിസിൽ ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പം ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് നമ്മൾ Kp എഴുതും. അതും നമ്മളെ മുമ്പത്തെ Kcയും തമ്മിലുള്ള റിലേഷൻ ആണ്. Kp is equal to Kc RT the whole raised to delta n. R നമുക്ക് എന്താ അറിയാം, ഐഡിയൽ ഗ്യാസിലെ ഇത് കോൺസ്റ്റന്റ്. പിന്നെ T എന്താ അറിയാം, ടെമ്പറേച്ചർ. ഇനി ഡെൽറ്റ n എന്താണ്? ഡെൽറ്റ n പറഞ്ഞാൽ number of moles of gaseous products minus number of moles of gaseous reactants. അപ്പം നമുക്ക് AA plus BB CC plus DD ഒക്കെ ഗ്യാസാ വിചാരിക്കും. അപ്പം number of moles of gaseous products C plus D minus A plus B, അതാണ് നമ്മളെ N. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇത് തമ്മിലുള്ള റിലേഷൻ. ഇത് ഹോമോജീനസ് ഇക്വിലിബ്രിയം വെച്ച് നോക്കിയാൽ അതിൻ്റെ അർത്ഥം എല്ലാ പ്രൊഡക്ട്സും റിയാക്ടൻസും ഒക്കെ ഗ്യാസസ് ആണ്. അടുത്ത നമുക്ക് ഹെട്രോജീനസ് ഇക്വിലിബ്രിയത്തിനെ പറ്റി പറയാം. ഹെട്രോജീനസ് ഇക്വിലിബ്രിയത്തിലും മറ്റേ സാധനങ്ങളൊക്കെ അപ്ലിക്കബിൾ ആണ്. Kpയും Kcയും വരുന്നുണ്ട്. പക്ഷെ ഹെട്രോജീനസ് ഇക്വിലിബ്രിയത്തിൽ എന്താണ്, വേരിയസ് ഫേസസ് എക്സിസ്റ്റ്. അപ്പൊ നമുക്ക് ഗ്യാസ് ഉണ്ട്, നമുക്ക് ലിക്വിഡ് ഉണ്ട്, പിന്നെ നമുക്ക് സോളിഡ്സും ഉണ്ട്. ഓക്കെ, ഗ്യാസ് എന്തായാലും ഉണ്ടാവും, അതിന്റെ കൂടെ ഒന്നെങ്കിൽ ലിക്വിഡ് അല്ലെങ്കിൽ സോളിഡ്, എന്തെങ്കിലും ഒന്നും ഉണ്ടാവും. അപ്പം ഇതിൽ എന്താണ് ഡിഫറൻസ്? സോളിഡ് ആണെങ്കിൽ നമ്മൾ അതിനെ Kcയിലും Kpയിലും ഇൻക്ലൂഡ് ചെയ്യൂല. ലിക്വിഡ് തന്നെ നല്ല കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യൂല. എക്വിസ് മീഡിയത്തിലാണെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, പക്ഷെ നമ്മൾ നോക്കാം, ഈ റിയാക്ഷൻ നോക്കാം. നമുക്കിവിടെ 2 സോളിഡ്സ് ഉണ്ട്, ഒരു ഗ്യാസും. അപ്പൊ Kc നമ്മൾ സാധാരണ വെച്ച് നോക്കുമ്പോൾ Kc പറഞ്ഞാല് CO2ന്റെ കോൺസെൻട്രേഷൻ CaOന്റെ കോൺസെൻട്രേഷൻ ബൈ
CaCO3 കോൺസെൻട്രേഷൻ അങ്ങനെയാണ് എടുക്കേണ്ടത്. പക്ഷെ ഇത് സോളിഡ്സ് ആയിട്ട് നമ്മൾ അവരെ കോൺസെൻട്രേഷൻ നോക്കൂല. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുക Kc = കോൺസെൻട്രേഷൻ ഓഫ് CO2 അത്രയേ ഉള്ളൂ. Kp അങ്ങനെ തന്നെ പ്രഷർ ഓഫ് CO2, കാരണം മറ്റേതിന് എന്തായാലും ഒരു പ്രഷർ വരൂലല്ലോ സോളിഡ്. അപ്പൊ ഇതാണ് ഹെട്രോജീനസ് ഇക്വിലിബ്രിയം. ഹെട്രോജീനസ് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ സോളിഡിനെ നോക്കൂല, ലിക്വിഡിനെ നോക്കൂല, ഗ്യാസിനെ മാത്രമേ നോക്കൂ. ഇനി ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പ്രത്യേകത എന്താണ്? The value of equilibrium constant for a particular reaction is always constant depending only upon the temperature of the reaction and is independent of the concentrations of the reaction from which we start. അപ്പം Kc അല്ലെങ്കിൽ Kp only depend on the temperature. Okay, നമുക്ക് Kc എഴുതാനായിട്ട് only depend on the temperature. അപ്പം നമ്മൾ തുടക്കത്തിൽ യൂസ് ചെയ്ത കോൺസെൻട്രേഷനോ അതൊന്നും കുഴപ്പമില്ല, കാരണം നമ്മൾ Kc ഫോർമുല നോക്കും. ഈ കോൺസെൻട്രേഷൻസ് നമുക്ക് ഇക്വിലിബ്രിയത്തിൽ കിട്ടിയ കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ എത്ര കോൺസെൻട്രേഷൻ യൂസ് ചെയ്താലും കുഴപ്പമില്ല, കാരണം ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ ഒരു സ്പെസിഫിക് കോൺസെൻട്രേഷൻ ആണ് ഉണ്ടാവുക. അപ്പം അതാകെ ടെമ്പറേച്ചർ മേലെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇഫ് ദ റിയാക്ഷൻ ഇസ് റിവേഴ്സ് ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം ഇസ് ഇൻവേഴ്സ്ഡ്. അത് നമ്മൾ കണ്ടല്ലോ, നമ്മൾ തിരിച്ചെഴുതിയാൽ Kc = 1/Kc നമ്മൾ മുമ്പ് കണ്ടു. If the equation is divided by 2, the equilibrium constant for the new reaction is the square root of 2. ഇത് രണ്ടും നമ്മൾ പിന്നെ കണ്ടത് Kc നമ്മൾ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ Kc⁻n അല്ലെ, ഡിവൈഡഡ് ബൈ 2 ആണെങ്കിൽ Kc⁻², അതിന്റെ അർത്ഥം സ്ക്വയർ റൂട്ട് ഓഫ് 2. 2 ആണെങ്കിൽ സ്ക്വയർ ഓഫ് 2. If the two equations is written in 2 steps, then K1 + K2 = K. അപ്പൊ നമ്മൾ നമുക്കൊരു റിയാക്ഷൻ ഉണ്ട്, അത് നമ്മൾ രണ്ടായിട്ട് എഴുതിയാൽ അതിൽ ഒന്നിനൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ടാവും, മറ്റേതിനൊരു വേറൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഉണ്ടാവും. അപ്പൊ കമ്പൈൻഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് K1 × K2. The value of the equilibrium constant is not affected by the addition of catalyst. Okay, കാറ്റലിസ്റ്റ് ആകെ എന്താ ചെയ്യുക, റേറ്റ് ഓഫ് റിയാക്ഷൻ കൂട്ടും. പക്ഷെ ആ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ സെയിം തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് തൊട്ട് ഇക്വിലിബ്രിയം വരെ ഉള്ള റേറ്റ് കൂട്ടും, പക്ഷെ എത്തുന്നത് നമ്മളെ മുമ്പത്തെ പഴയ ഇക്വിലിബ്രിയം തന്നെ. അപ്പോൾ കാറ്റലിസ്റ്റ് എന്താണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ മാറ്റൂല. This is because catalyst increases the speed of the forward reaction and backward reaction to the same extent. അപ്പോൾ മുമ്പോട്ടേക്കുള്ള റിയാക്ഷനും ബാക്കോട്ടേക്കുള്ള റിയാക്ഷനും രണ്ടിനെയും സ്പീഡ് കൂട്ടും കാറ്റലിസ്റ്റ്. ഇനി നമുക്ക് നമ്മളെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലേ Kc, അത് വെച്ചിട്ട് റിയാക്ഷൻ എങ്ങോട്ടേക്ക് പോകാനാണ് കൂടുതൽ ചാൻസ്. അപ്പൊ ഹൈ വാല്യൂ ഓഫ് Kc ആണെങ്കിൽ നമുക്കിപ്പം A + B gives C + D. നമ്മളെ Kcന്റെ വാല്യൂ ഭയങ്കര ഹൈ ആണെങ്കിൽ അതിൻ്റെ അടുത്ത് സിന്റെയും ഡിന്റെയും കോൺസെൻട്രേഷൻ നല്ല കൂടുതലാണ്. അപ്പം ഹൈ Kcയിൽ ഇക്വിലിബ്രിയം റീച്ച് ചെയ്യുമ്പോൾ C + Dന്റെ കോൺസെൻട്രേഷൻ ഹൈ ആയിരിക്കും. ലോ വാല്യൂ ഓഫ് Kc ആണെങ്കിൽ ഇക്വിലിബ്രിയം റീച്ച് ചെയ്യുമ്പം A + B ആണ് ഹൈ. അപ്പൊ റിയാക്ടൻസ് ആണ് കൂടുതൽ, റിയാക്ഷൻ അത്ര മുമ്പോട്ടേക്ക് നീങ്ങില്ല. മോഡറേറ്റ് വാല്യൂ ആണെങ്കിൽ neither direction dominates. അപ്പം A + B യും C + D യും ഓൾമോസ്റ്റ് ഈക്വൽ വാല്യൂസ് ആയിട്ടാണ് വരിക. അതാണ് Kcന്റെ വാല്യൂസിന്റെ സിഗ്നിഫിക്കൻസ്. ഇനി നമ്മൾ ഇത്രയും നേരം നോക്കിയത് Kc, അതില് എല്ലാ വാല്യൂസും ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് ആണ്. ഇനി നമ്മൾ അറ്റ് എനി ഗിവൺ ടൈം, ഓക്കെ, നമ്മളിപ്പം ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട് വിചാരിക്കും, ആ റിയാക്ഷൻ ഇക്വിലിബ്രിയം റീച്ച് ചെയ്തില്ല, പക്ഷെ നമ്മൾ ഇതിന്റെ കോൺസെൻട്രേഷൻ എടുത്തിട്ട് ആ മുമ്പ് ചെയ്ത സെയിം പരിപാടി ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക, നമുക്ക് റിയാക്ഷൻ കോഷ്യന്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഇക്വിലിബ്രിയം റീച്ച് ചെയ്തില്ല, അപ്പൊ ഇതൊന്നും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്സ് അല്ല. ഏതെങ്കിലും നമ്മൾ റിയാക്ഷൻ അറ്റ് എനി ഗിവൺ ടൈം എപ്പോൾ വേണമെങ്കിലും എടുക്കുന്ന കോൺസെൻട്രേഷൻസ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിനെ നമുക്ക് റിയാക്ഷൻ കോഷ്യന്റ് പറയാം. ഈ റിയാക്ഷൻ കോഷ്യന്റ് വെച്ചിട്ട് നമുക്ക് റിയാക്ഷൻ ഇക്വിലിബ്രിയം റീച്ച് ചെയ്തിട്ടുണ്ടോ, എപ്പം ഏത് ഡയറക്ഷനിൽ പോയാലാണ് റീച്ച് ചെയ്യുക, അത് നമുക്ക് മനസ്സിലാവും. ഓക്കെ,
അപ്പം Q ഹയർ ദാൻ കെ സി ആണെങ്കിൽ, റിയാക്ഷൻ കോഷ്യന്റ് ഹയർ ദാൻ കെ സി ആണെങ്കിൽ അത് താഴോട്ടേക്ക് വരാൻ നോക്കൂലേ, കെ സി എത്തണ്ടേ, കെ സി റീച്ച് ചെയ്യാനല്ലോ, താഴോട്ടേക്ക് വരാൻ നോക്കും. അപ്പം പ്രൊഡക്ട്സ് ഒക്കെ തിരിച്ച് റിയാക്ടൻസ്, അപ്പം നമുക്കറിയാം ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് നടക്കുക. ഇഫ് ക്യൂ ഇസ് ഗ്രേറ്റർ ദാൻ കെ സി, ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇനി ക്യൂ ഇസ് ലോവർ ദാൻ കെ സി, അപ്പം ഇത് ഇൻക്രീസ് ചെയ്ത് വരണ്ടേ, എന്നാലല്ലേ ഇക്വിലിബ്രിയം റീച്ച് ചെയ്യാം. അപ്പം നമുക്കറിയാം റിയാക്ടൻസ് പ്രൊഡക്ട്സ് ആണ്. അപ്പം ഫോർവേഡ് റിയാക്ഷൻ. പിന്നെ ക്യൂ ഇസ് ഈക്വൽ ടു കെ സി ആണെങ്കിൽ റിയാക്ഷൻ വിൽ ബി അറ്റ് ഇക്വിലിബ്രിയം. ഇനി നമുക്ക് ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിളിനെ പറ്റി സംസാരിക്കാം. ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ഇഫ് എ ഡിസ്റ്റർബൻസ് ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഇക്വിലിബ്രിയം, ഇറ്റ് വിൽ ബിഹേവ് സോ ആസ് ടു അൺഡു ദ ഡിസ്റ്റർബൻസ് ആൻഡ് റീ എസ്റ്റാബ്ലിഷ് ഇക്വിലിബ്രിയം. നമ്മളൊരു റിയാക്ഷന് ഇക്വിലിബ്രിയം റീച്ച് ചെയ്തു, അതിൽ നമ്മൾ എന്തെങ്കിലും ചേർത്ത്, ഒന്നെങ്കിൽ കോൺസെൻട്രേഷൻ കൂട്ടി അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാറ്റി, അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആ റിയാക്ഷൻ എങ്ങനെയെങ്കിലും തിരിച്ച് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് എത്താൻ നോക്കും. അതെങ്ങനെ അവിടെ എത്തുക, അതിന് പല മെത്തേഡ്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇനി ആദ്യം effect of change of concentration. If in a reaction in equilibrium, the concentration of any reactant is increased, the equilibrium shifts in the forward direction. അല്ലെ, കെ സി പറഞ്ഞാല് CDAB. അപ്പൊ നമ്മൾ ഇതില് ഏതെങ്കിലും ഒരു കോൺസെൻട്രേഷൻ മാറ്റിയാൽ അത് എന്തെങ്കിലും ഒരു റിയാക്ഷൻ അവിടെ നടന്നിട്ട് തിരിച്ച് കെ സി വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. അപ്പൊ അതാണ് ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ പ്രൊഡക്ട്സ് കൂട്ടിയാൽ എന്താക്കും, പ്രൊഡക്ട്സ് തിരിച്ച് റിയാക്ടൻസ് ഫോം ചെയ്യും, എന്നിട്ട് നമുക്ക് കെ സി കിട്ടും. അല്ലെങ്കിൽ ഇനി നമ്മൾ റിയാക്ടൻസിനെ കൂട്ടിയാൽ റിയാക്ടൻസ് കുറച്ച് പ്രൊഡക്ട്സിനെ ഫോം ചെയ്തിട്ട് കെ സി മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പം റിയാക്ടന്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ, ഓക്കെ, പക്ഷെ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ. അതാണ് എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. ഇനി എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ലോ ടെമ്പറേച്ചർ ആണ് പ്രിഫർ ചെയ്യുക. അപ്പൊ നമുക്ക് ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കുറച്ചാൽ റിയാക്ഷൻ കുറച്ചുകൂടി മുമ്പോട്ടേക്ക് പോകും. ടെമ്പറേച്ചർ കൂടിയാലോ റിയാക്ഷൻ ബാക്ക്വേർഡ് ആയിട്ട് പോകും. എൻഡോതെർമിക് റിയാക്ഷൻ ഫേവർഡ് ബൈ ഹൈ ടെമ്പറേച്ചർ, ഉറപ്പല്ലേ, കാരണം ടെമ്പറേച്ചർ കൂടുതൽ ആവശ്യമുള്ള റിയാക്ഷൻസ് ആണല്ലോ എൻഡോതെർമിക് റിയാക്ഷൻ. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടി കൊടുത്താൽ അവർ ഫോർവേഡ് റിയാക്ഷൻ കൂടുതൽ നടക്കും. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ കഴിഞ്ഞ് ടെമ്പറേച്ചർ കഴിഞ്ഞ് നമുക്ക് പ്രഷർ നോക്കാം. പ്രഷർ പറഞ്ഞാൽ ലോ പ്രഷർ ഫേവേഴ്സ് ദോസ് റിയാക്ഷൻസ് which are accompanied by increase in total number of moles, and high pressure favors those reactions which take place decrease in number of moles. അപ്പോൾ നമുക്ക് A plus 2B gives C എഴുതാം. അപ്പോൾ ഇവിടെ എത്ര മോൾസ് ഉണ്ട്? 1 plus 2, 3 മോൾസ് ഉണ്ട്. ഇവിടെ ആകെ 1 മോളേ ഉള്ളൂ. അപ്പം ലോ പ്രഷർ ആണെങ്കിൽ റിയാക്ഷൻസ് വിച്ച് ആർ accompanied by increase in number of moles, ഇവിടെ ഡിക്രീസ് അല്ല നടന്നത്, നമുക്ക് 3 to 1 ആയി, അപ്പൊ -2 അവിടെ. അപ്പൊ ഇവിടെ നമ്മൾ പ്രഷർ കൂട്ടിക്കൊടുത്താൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും, പ്രഷർ കുറച്ചാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ഓക്കെ, അപ്പം പ്രഷർ കൂടിയാൽ ഡയറക്ഷൻ വേർ മോൾസ് ആർ ലെസ്. ഓക്കെ, മോൾസ് ആർ ലെസർ നമ്പർ ഓഫ് മോൾസ് ഉള്ള സ്ഥലത്തേക്കാണ് ഹയർ പ്രഷർ കൂട്ടിയാൽ റിയാക്ഷൻ നീങ്ങുക. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പം പ്രഷർ കൂട്ടിയാൽ എവിടാണ് നമ്പർ ഓഫ് മോൾസ് കുറവ് അങ്ങോട്ടേക്ക് റിയാക്ഷൻ പോകും. ഓക്കെ, അവസാനം നമുക്കുള്ളത്, അവസാനമല്ല കുറച്ചുകൂടി ഉണ്ട്, എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ വോളിയം. എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ വോളിയം, എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ പ്രഷർ ഓൾമോസ്റ്റ് സെയിം ആണ്. ഓക്കെ, കാരണം നമുക്കറിയാം വോളിയം ഇസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് അല്ലേ. അപ്പം ഡിക്രീസ് ഇൻ വോളിയം will shift the equilibrium in direction where number of moles will also decrease. Okay, അപ്പം നമുക്ക് ഇവിടെ മോൾസിന്റെ എണ്ണം കുറയുന്നത് അങ്ങോട്ടേക്കാണ് ഇക്വിലിബ്രിയം പോവുക നമ്മൾ വോളിയം കുറച്ചാൽ. ഇനി നമ്മൾ മുമ്പ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, കാറ്റലിസ്റ്റും ഈസിയും തമ്മിൽ ഒരു റിലേഷനും ഇല്ല, നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അത് നമുക്കൊന്നുകൂടി ഇവിടെ പറയാം.
കാറ്റലിസ്റ്റ് ആകെ എന്താണ് ചെയ്യുക, ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും സ്പീഡ് കൂട്ടും. പക്ഷെ ഇക്വിലിബ്രിയം ഏത് കോൺസെൻട്രേഷനിലാണ് റീച്ച് ചെയ്യുന്നത് അത് മാറൂലല്ലോ. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറൂല. ഓക്കെ, അപ്പം ഈ റിയാക്ഷൻ നോക്ക്, ഇവിടെ KC വാല്യൂ വളരെ ഹൈ ആണ്. പക്ഷെ പ്രാക്ടീസിൽ നമ്മൾ ചെയ്ത് നോക്കിയാൽ ഈ റിയാക്ഷൻ ഭയങ്കര സ്ലോ ആണ്. അപ്പൊ അതിന് നമ്മൾ P2O5 വെനേഡിയം പെന്റാക്സൈഡ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യും. അപ്പം ഈ കോൺസെൻട്രേഷനിൽ തന്നെയാണ് നമുക്ക് ഇക്വിലിബ്രിയം കിട്ടുക. പക്ഷെ റിയാക്ഷൻ കുറച്ചുകൂടി പെട്ടെന്ന് നടക്കും. അതാണ് കാറ്റലിസ്റ്റ് ചെയ്യും. അത് ആക്ടിവേഷൻ എനർജി കുറയ്ക്കും, പക്ഷെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എഫക്ട് ചെയ്യൂല. പിന്നെ നല്ലോണം ചോദ്യം ചോദിക്കാൻ ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ് എഫക്ട് ഓഫ് ആഡിങ് ഇനേർട്ട് ഗ്യാസ് ടു റിയാക്ഷൻ മിക്സ്ചർ. കോൺസ്റ്റന്റ് വോള്യത്തിൽ നമ്മൾ ഇനേർട്ട് ഗ്യാസിന് ആഡ് ചെയ്താൽ എന്തുണ്ടാവില്ല, സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം അൺഎഫക്റ്റഡ് ആണ്. അപ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷെ കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ, അപ്പം അവിടെ കോൺസ്റ്റന്റ് പ്രഷറിൽ നമ്മൾ ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്ത്, അപ്പം എക്സ്ട്രാ ഗ്യാസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വോളിയം കൂടൂലേ, എന്നാലല്ലേ പ്രഷർ കോൺസ്റ്റന്റ് ആയി നിൽക്കാൻ പറ്റും. അപ്പം ടോട്ടൽ വോളിയം ഇൻക്രീസ് ചെയ്തു. അപ്പം കൂടുതൽ മോൾസിനെ അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും, കൂടുതൽ മോൾസിനെ അവിടെ വെക്കാൻ പറ്റുമല്ലോ, കാരണം V is proportional to. അപ്പം നമുക്ക് എങ്ങോട്ടേക്കാണ് കൂടുതൽ മോൾസ് ഉള്ളത് അങ്ങോട്ടേക്ക് റിയാക്ഷൻ പോകും. അപ്പൊ അത്രയൊക്കെയാണ് നമുക്ക് ഇക്വിലിബ്രിയത്തിന്റെ പറ്റി, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ പറ്റി ഡിസ്കസ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, the pH of water increases with increase in temperature. Reason, the dissociation of water into H plus and OH minus is an exothermic reaction. ഇത് നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം പഠിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. പക്ഷെ ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ ഒന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടത്. അപ്പം ഇത് അയോണിക് ഇക്വിലിബ്രിയത്തെ നമ്മൾ പഠിക്കും. pH ഓഫ് വാട്ടർ, അതിന് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് നമുക്ക് നോക്കാം. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ 10⁻⁻14 ആയിരിക്കും. പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ 10⁻13 ആവും, 10⁻12 ആവും. ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് അപ്പൊ -14 -13 ആവുക. അപ്പം ടെമ്പറേച്ചർ കൂട്ടുന്നതിന്റെ അനുസരിച്ചിട്ട് ഡിസോസിയേഷൻ കൂടുന്നുണ്ട് അല്ലെ, ടെമ്പറേച്ചർ കൂട്ടുന്ന ഡിസോസിയേഷൻ കൂടുന്നുണ്ട്. ഇപ്പൊ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റിയാക്ഷൻ കൂടുകയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്, ഇതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ് അല്ലെ. ഇവിടെ പറയുന്നത് എക്സോതെർമിക് ആണ്. ഇപ്പൊ റീസൺ തെറ്റാണ്. പിന്നെ നമുക്ക് നോക്കാം ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പൊ pH ഇവിടെ 14 ആണ്, 14/2 7, ഇവിടെ 6. അപ്പൊ pH കുറഞ്ഞു വരുന്നതാണ്, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ pH കുറയുന്നുണ്ട്. അപ്പൊ pH ഓഫ് വാട്ടർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പം അസേർഷനും തെറ്റാണ്. എന്താണ് ആൻസർ? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ഫാൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, in the figure shown below, reactant A is in equilibrium with product B. The equilibrium constant is. അത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറഞ്ഞാൽ എന്താ, പ്രൊഡക്റ്റ് ഓഫ് റിയാക്ടന്റ് പ്രൊഡക്ട്സ് ബൈ പ്രൊഡക്റ്റ് ഓഫ് റിയാക്ടൻസ്. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് എന്താണ്, റിയാക്ടന്റ് എന്താണ്, സ്ക്വയർസ്. അപ്പൊ നമുക്ക് സ്ക്വയർസിന്റെ എണ്ണം നോക്കാം. 1 2 3 4 5 6 അല്ലെ. സർക്കിൾസ് ആണ് നമ്മളെ പ്രൊഡക്ട്സ്. 1 2 3 4 5 6 7 8 9 10 11 അല്ലെ. 1 2 3 4 5 6 7 8 9 10 11. അപ്പൊ 11/6 നമുക്ക് അപ്രോക്സിമേറ്റ്ലി 2 കിട്ടും. അപ്പൊ നമ്മൾ ആൻസർ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, A2B2 gives 2AB. അവിടെ കോൺസ്റ്റന്റ് എത്രയാണ്, K1. K1 ആണ് നമ്മളെ റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. 6AB gives 3A2 plus 3B2. അവിടെ റിയാക്ഷൻ കോൺസ്റ്റന്റ് K2. the relation between K1 and K2 is. നമുക്ക് ഈ റിയാക്ഷൻ നോക്കാം. ഇവിടെ A2B2 gives AB, ഇവിടെ AB gives A2B2. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് ആണല്ലോ. അപ്പൊ ആദ്യം നമുക്ക് മനസ്സിലായത് K1 is equal to
K2 is equal to 1/K1. പിന്നെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു A2 ഉള്ളത്, ഇവിടെ 3 A2 ഉണ്ട്. ഇവിടെ ഒരു B2, ഇവിടെ 3 B2, ഇവിടെ 2 AB, ഇവിടെ 6 AB. അതിൻ്റെ അർത്ഥം ഇത് ഇൻറ്റു 3 ആണ് നമുക്ക് K2 കിട്ടുന്നത്. അപ്പം K2 1/K1 മാത്രമല്ല 1/K1 ഇൻറ്റു 3 ആണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് എഴുതുക? K2 is equal to K1 raised to -3 എഴുതാലോ. അപ്പൊ നമ്മൾ ആൻസർ K2 is equal to K1 raised to -3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The values of Kp by Kc for the following reactions at 300 Kelvin respectively are. ഇപ്പൊ Kp by Kc നമ്മൾ ആദ്യം പഠിച്ചത് Kp is equal to Kc RT raised to delta n. ഇപ്പൊ Kp by Kc എത്രയാണ്? RT raised to delta n. ഇനി നമുക്ക് ഓരോ റിയാക്ഷൻ നോക്കാം. ഇവിടെ N2O2 2NO, ഇവിടെ 2 മോൾസ് ഉണ്ട്, ഇവിടെ ഒരു മോള്, ഇവിടെ ഒരു മോള്. അപ്പം ഡെൽറ്റ n is equal to 0. അപ്പൊ Kp by Kc is equal to RT raised to 0 is equal to 1. അപ്പം ഇതിൻ്റെ നമുക്ക് 1 ആയി കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ റിയാക്ഷൻ നോക്കാം. ഇവിടെ ഒരു മോള്, ഇവിടെ 2 മോള്. അപ്പം ഇവിടെ ഡെൽറ്റ n is equal to 1. അപ്പൊ Kp by Kc is equal to RT raised to 1. അതാണ് RTന്റെ വാല്യൂ എത്തുന്നുണ്ട് 24.62. ഇനി അടുത്ത റിയാക്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ 2 മോളുണ്ട്, ഇവിടെ ആണെങ്കിൽ 4 മോളുണ്ട് അല്ലേ? അപ്പം ഡെൽറ്റ n is equal to -2. അപ്പം Kp by Kc is equal to RT raised to -2. അത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 65 ഇൻറ്റു 10 raised to -3 ആയിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്താൽ ആദ്യത്തത് 1 ഉള്ളത് ഇത് 3 എണ്ണം ഉണ്ട്. രണ്ടാമത്തത് 24.62, അത് ഇത് രണ്ടും. മൂന്നാമത്തത് 65. അപ്പോൾ നമ്മൾ ആൻസർ 2 ആണ്. ഓക്കെ, ഇനി കൺസിഡർ ദ reaction. Equilibrium constant of the above reaction is Kp. If pure ammonia is left to dissociate, the partial pressure of ammonia at equilibrium is given by. അപ്പം നമ്മളെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp ആണ്. ഇനി അവർ പറയുന്ന പ്യുവർ അമോണിയ ഡിസോസിയേറ്റ് ചെയ്ത് പാർഷ്യൽ പ്രഷർ ഓഫ് ഇക്വിലിബ്രിയം എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ പ്യുവർ അമോണിയ 2NH3 ഡിസോസിയേറ്റ് ചെയ്ത് ഇക്വിലിബ്രിയം റീച്ച് ചെയ്ത് N2 + 3H2 തന്നു. ഇനി പ്യുവർ അമോണിയന്റെ പാർഷ്യൽ പ്രഷർ PNH3 അല്ലേ? ഇവിടെ ആണെങ്കിൽ നമുക്ക് PN2 PH2 എഴുതാം. ഓക്കെ, അപ്പൊ Kp is equal to Kp ഓൾറെഡി നമുക്ക് തന്നു, Kp ഡാഷ്, കാരണം നമ്മൾ ഇനി തിരിച്ചാണല്ലോ എടുക്കുന്നത്, ഡിസോസിയേഷൻ ആണല്ലോ എടുക്കുന്നത്. അത് is equal to 1/Kp is equal to PN2 plus P plus PH2 raised to 3/PNH3 raised to 2 അല്ലേ? ഇനി നമുക്ക് P ടോട്ടൽ എത്രയാണെന്ന് നോക്കാം. P ടോട്ടൽ പറഞ്ഞാൽ ഈ പാർഷ്യൽ പ്രഷേഴ്സ് ഒക്കെ ആഡ് ചെയ്താൽ നമുക്ക് P ടോട്ടൽ കിട്ടും അല്ലേ? PN2 plus PH2 plus PNH3. NH3 ആണെങ്കിൽ നെഗ്ലിജിബിൾ ആണ് P ടോട്ടലിന്റെ മുമ്പിൽ. അപ്പൊ നമുക്ക് P ടോട്ടൽ എന്താണ്? P ടോട്ടൽ is equal to PN2 plus PH2 ആയിട്ട് എഴുതാം. ഓക്കെ, പിന്നെ നമുക്കറിയാം പാർഷ്യൽ പ്രഷർ നമ്പർ ഓഫ് മോൾസുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ? അപ്പം ഇത് ടോട്ടൽ പാർഷ്യൽ പ്രഷർ, അത് PN2 plus PH2. നമുക്ക് 1 മോൾ N2 ഉണ്ട്, 3 മോൾ H2 ഉണ്ട്. അപ്പം PN2 is equal to partial pressure of N2 is equal to 1/4T. PH2 ആണെങ്കിൽ 3/4P.
ഇനി ഇതിനെ നമുക്ക് നമ്മളെ ഫൈനൽ ഫോർമുലേക്ക് ആഡ് ചെയ്യാം. Kp dash is equal to 1 by Kp is equal to 1 by 4p into 3 by 4p raised to 3 by pNH3 raised to 2. അല്ലേ? ഇനി ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? pNH3 is equal to 3 by 2 p square Kp 3 by 2 by 16. അപ്പോൾ നമ്മളെ ആൻസർ ഏതാണ്? നമ്മളെ ആൻസർ ആണ് Kp 1 by 2 ആണ് വരിക. Kp 3 by 2 അല്ലെ, Kp 1 by 2. Kp 1 by 2. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇനി കെമിക്കൽ റിയാക്ഷൻ A plus 2B gives 2C plus D, equilibrium constant K. The initial concentration, നമുക്ക് ആദ്യം ആ റിയാക്ഷൻ അവിടെ എഴുതി വെക്കാം. A plus 2B 2C plus D. Initial concentration of B was 1.5. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യത്തെ കോൺസെൻട്രേഷൻ എൻ്റെത് 1 എഴുതാം, 2Bൻ്റെ 1.5 എഴുതാം. ഇത് രണ്ടും 0. ആ ഡെസിമൽ പോയിന്റ് പോക്കാൻ വേണ്ടി നമുക്ക് എല്ലാത്തിനെയും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം 2 3 0 0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. കുറച്ച് കഴിഞ്ഞപ്പം 2 കുറച്ച് കുറയുമല്ലോ 2ൻ്റെ എമൗണ്ട്, കാരണം റിയാക്ഷൻ നടക്കുകയാണല്ലോ. അപ്പോൾ 2 നമുക്ക് എക്സ് കുറഞ്ഞ പറയാം. അപ്പോൾ ഇവിടെ എക്സ് 3 മൈനസ് 2B ആയതുകൊണ്ട് മൈനസ് 2x. ഇനി ഇവിടെ 2C ആണ്, അപ്പോൾ നമുക്ക് 2x കിട്ടി, D ആയതുകൊണ്ട് എക്സും കിട്ടി. ഇനി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദി അബോവ് റിയാക്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം എന്താണ് അവർ പറയുന്നത്? ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് A and B were found to be equal. അതിൻ്റെ അർത്ഥം 2 മൈനസ് എക്സ് is equal to 3 മൈനസ് 2x. അപ്പം x is equal to 1. ഇനി KC പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രൊഡക്ട്സ്. അപ്പോൾ 2x into x, 2 into 1 into 1 in സ്ക്വയർ ചെയ്യണം, കാരണം 2C ഉണ്ട്, ബൈ 2 മൈനസ് എക്സ്, അത് 1. 3 മൈനസ് 2x, 3 മൈനസ് 2x പറഞ്ഞാൽ 1, അതും സ്ക്വയർ ചെയ്യും, കാരണം ബീൻ്റെ അവിടെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 4. നമ്മളെ ആൻസർ 4. ഇതൊന്നുകൂടി കറക്റ്റ് ആയിട്ട് എഴുതുക. KC is equal to C raised to 2 D by B raised to 2 A. C എത്രയാണ്? 2. ഓക്കെ, അപ്പോൾ 2 raised to 2 into 1 by 1 raised to 2 into 1 നമുക്ക് 4 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോളിഡ് ഡിസോസിയേറ്റ് ആസ് ഫോളോസ്. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എ ഡിസോസിയേറ്റ് ചെയ്ത് B plus P തരും. അപ്പം അവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ് അറ്റ്മോസ്ഫിയർ സ്ക്വയർ ആണ്. പിന്നെ D ആണെങ്കിൽ C plus E തരും, Y ആണ് അവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ടോട്ടൽ പ്രഷർ വെൻ ബോത്ത് ദ സോളിഡ്സ് ഡിസോസിയേറ്റ് സൈമൾട്ടേനിയസ്ലി, അത് എത്രയാണ് നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ റിയാക്ഷൻ A തരുന്നത് B plus C. അപ്പോൾ നമുക്ക് അവിടെ പ്രഷർ എത്രയാണ്? P1 ആണ് പറയാം. C ആണെങ്കിൽ സിയും P1. പിന്നെ നമുക്ക് D തരുന്നത് C plus E, ഇവിടെ P2, ഇവിടെ P2. ഇനി ഇത് രണ്ടും ഒരുമിച്ചാണ് നടക്കുന്നത്. അപ്പോൾ സിന്റെ കോൺസെൻട്രേഷൻ രണ്ടിലും കോമൺ ആണ്. അപ്പം ഇവിടെ P1 plus P2 വരുന്നുണ്ട്, കാരണം ഇതിന്ന് വരുന്ന സിനെ നമ്മൾ അവിടെ കൗണ്ട് ചെയ്യണം. അങ്ങനെ തന്നെ ഇവിടെ P1 plus P2. അപ്പം അതാണ് നമ്മളെ റിയാക്ഷൻ. ഇനി നമുക്ക് ആദ്യത്തെ റിയാക്ഷൻ നോക്കാം. Kp1 is equal to, ഇത് സോളിഡ് ആണ്, ഏൻ്റെത് സോളിഡ് ആണ്. അപ്പം നമുക്ക് ആകെ പാർഷ്യൽ പ്രഷർ ഓഫ് B ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് C നോക്കിയാൽ മതി. അപ്പം P1
into P1 plus P2. ഓക്കെ, അതാണ് KP1 അല്ലെങ്കിൽ X. അങ്ങനെ തന്നെ KP2 is equal to P2 into P1 plus P2. അപ്പൊ അതാണ് നമ്മളെ Y. ഇനി നമുക്ക് എന്തെടുക്കാം? ടോട്ടൽ പ്രഷർ വെൻ ബോത്ത് സോളിഡ്സ് ഡിസോസിയേറ്റ് സൈമൾട്ടേനിയസ്ലി. അപ്പം ടോട്ടൽ പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് എല്ലാം കൂടി ആഡ് ചെയ്യാം. P1 plus P2 അല്ലേ, കാരണം ഇവിടുത്തെ ഇത് രണ്ടും നമുക്ക് ആഡ് ചെയ്യണമല്ലോ. പ്ലസ് P2 P1 plus P2 is equal to X plus Y. ഇത് നമുക്ക് എല്ലാം റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടും P1 സ്ക്വയർ പ്ലസ് P2 സ്ക്വയർ പ്ലസ് 2P1 പ്ലസ് 2P1 P2 is equal to X plus Y. ഇത് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ, P1 പ്ലസ് P2 സ്ക്വയർ is equal to X plus Y അല്ലേ. അപ്പൊ നമുക്ക് റൂട്ട് എടുത്തിട്ട് അപ്പൊ നമുക്ക് റൂട്ട് എടുത്താൽ P1 plus P2 is equal to P1 plus P2 is equal to root of X plus Y എന്ന് കിട്ടും. ഓക്കെ, അവിടെ തീരൂല. നമുക്ക് ടോട്ടൽ പ്രഷർ പറഞ്ഞാല് P1 plus P2 രണ്ടും എല്ലാം എടുക്കണം നമ്മൾ. ഓക്കെ, P1 plus P2 ആദ്യത്തെ P1 plus P2 into 2 ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുക? 2 into root X plus Y. അപ്പൊ നമ്മൾ ആൻസർ 2 ആണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ഒന്നുകൂടി കാണിച്ചു തരാം. നമുക്ക് P1 plus P2 X plus Y കിട്ടി. ഇനി ടോട്ടൽ പ്രഷർ പറഞ്ഞാല് PB plus PC plus PE ആണല്ലോ. അപ്പൊ PB P1 PC P1 plus P2 PE P2. അപ്പം 2 into P1 plus P2 അപ്പം 2 into root of X plus Y. അപ്പൊ അതാണ് നമ്മളെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. For the following reactions, equilibrium constants are given. The equilibrium constant for the reaction will be. അപ്പം ഇവിടെ എന്താണ് നമുക്ക് തന്നത്? ഈ റിയാക്ഷന്റെ വാല്യൂ തന്നുണ്ട്, ഈ റിയാക്ഷന്റെയും വാല്യൂ തന്നുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ദ റിയാക്ഷൻ. ഇതിലെന്താണ് പ്രൊഡക്റ്റ് അല്ല റിയാക്ടന്റ് എന്താണ്? SO2 plus O2. അപ്പൊ ഇവിടെ എവിടെയാണ് നമുക്ക് SO2 ഉള്ളത്? ഈ റിയാക്ഷനിൽ SO2 ഉണ്ട്, പക്ഷെ SO2 അവിടെ പ്രൊഡക്റ്റിലാണ്. അപ്പൊ നമുക്ക് അതിനെ തിരിച്ചെടുക്കാം. നമുക്ക് SO2 S plus O2 ആയിട്ട് എഴുതാം. അപ്പൊ 10 raised to minus 52 ആയി. ഇനി ഇവിടെ നോക്കിയാൽ 2 SO2 ഉണ്ട്. ഇവിടെ നമുക്ക് ആകെ ഒരു SO2 ഉള്ളൂ. നമുക്കപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 SO2 gives 2S plus 2O2. അപ്പൊ 10 raised to minus 104 ആയി. ഇനി നമുക്ക് പ്രൊഡക്ട്സിൽ 2SO3 വേണം. അപ്പം പ്രൊഡക്ട്സിൽ SO3 വേണം. നമുക്കാണെങ്കിൽ പ്രൊഡക്ട്സിൽ SO3 വേണമെങ്കിൽ ഈ റിയാക്ഷനിലാണ് SO3 ഉള്ളത്. അപ്പൊ നമുക്ക് അതിനെ ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് രണ്ട് റിയാക്ഷൻ ആഡ് ചെയ്ത് നോക്കാം. 2S plus 3O2 gives 2SO3. അപ്പൊ ഇവിടെ എസും ഒന്ന് പ്രൊഡക്റ്റിൽ ഒന്ന് റിയാക്റ്റന്റിൽ, അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് ഇവിടെ O2 രണ്ടെണ്ണം ഉണ്ട്, പ്രൊഡക്റ്റിൽ ഇവിടെ ഒന്നേ ഉള്ളൂ, അല്ല ഇവിടെ 3 ഉണ്ട്. അപ്പൊ അത് ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 2 gives 2SO3. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് വേണ്ടിയ റിയാക്ഷൻ. അപ്പൊ ഇവിടെ അഡീഷൻ നടന്നല്ലോ, രണ്ട് റിയാക്ഷൻസിന്റെ അഡീഷൻ നടന്നു. അപ്പൊ K1 ഡാഷ് ഇൻറ്റു K2 ചെയ്യാം. അപ്പം നമുക്ക് 10 raised to minus 104 into 10 raised to 129 ചെയ്താൽ നമുക്ക് 10 raised to 25 കിട്ടും. അതാണ് നമ്മളെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫോർ റിയാക്ഷൻ 2SO2 ഈ റിയാക്ഷൻ ഡെൽറ്റ H എത്രയാണ്? KC ആണെങ്കിൽ എത്രയാണ്? Which of the following statement is incorrect? The equilibrium constant is large, suggestive of a reaction going to completion.
സോ നോ കാറ്റലിസ്റ്റ് ഇസ് റിക്വയർഡ്. അത് തെറ്റാണ്. ഇവിടെ എന്താണ് പറയുന്നത്, നമ്മളെ കേസി ലാർജ് ആയതുകൊണ്ട് റിയാക്ഷൻ കംപ്ലീറ്റ് ആയിക്കോളും, അപ്പോൾ കാറ്റലിസ്റ്റിന്റെ ആവശ്യമില്ല. അത് തെറ്റാണ്. കാരണം കേസിയും കാറ്റലിസ്റ്റും തമ്മിൽ ഒരു റിലേഷനും ഇല്ല, നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അല്ലെ. ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ, അതിൻ്റെ അർത്ഥം പ്രൊഡക്റ്റ് ആയിരിക്കും ഫേവേർഡ്, പക്ഷെ നമ്മൾ ഓൾറെഡി ഈ സെയിം റിയാക്ഷൻ കണ്ടതാണ്. പ്രൊഡക്റ്റ് ഫേവേർഡ് ആണെങ്കിലും റിയാക്ഷൻ വളരെ സ്ലോ ആണ്. അപ്പൊ നമ്മൾ V2O5 കാറ്റലിസ്റ്റ് യൂസ് ചെയ്യും. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ്? ഇതാണ് ഇൻകറക്റ്റ്. ഇക്വിലിബ്രിയം വിൽ ഷിഫ്റ്റ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ ആസ് പ്രഷർ ഇൻക്രീസസ്. അത് ഷിഫ്റ്റ് ചെയ്യോ? 2+1, ഇവിടെ 3 മോൾസ് ഉണ്ട്, ഇവിടെ 2 മോൾസ് ഉള്ളൂ. അപ്പം ശരിയാണ്, പ്രഷർ ഇൻക്രീസ് ചെയ്താൽ കുറവ് മോളുള്ള ഡയറക്ഷനിലാണ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ അത് കറക്റ്റ് ആണ്. കറക്റ്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിക്രീസസ് ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ് അല്ലെ, -57.2 ആണ്. അപ്പൊ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. കറക്റ്റ്. പിന്നെ അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം വിൽ നോട്ട് എഫക്ട് ദ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് വോളിയത്തിൽ അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് അത് എപ്പോഴും കറക്റ്റ് ആണ്. കറക്റ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഇക്വിലിബ്രിയം, ഇതാണ് നമ്മളെ ഇക്വിലിബ്രിയം. The value of delta G at 298 Kelvin is approximately. ഇവിടെ നമുക്ക് മുമ്പ് തെർമോഡൈനാമിക്സ് പഠിക്കുന്ന ഒരു റിയാക്ഷൻ, ഒരു ഫോർമുല നോക്കാം. ഡെൽറ്റ G is equal to ഡെൽറ്റ G0 പ്ലസ് RT അല്ലെങ്കിൽ Q. ഓക്കെ, അപ്പൊ ഇവിടെ ഇക്വിലിബ്രിയത്തിലാണ് നമ്മളിപ്പം. ഇക്വിലിബ്രിയത്തിലാണ്ട് ഡെൽറ്റ G 0 ആണ്. ഇത് നമ്മൾ മുമ്പ് കണ്ടെത്താണല്ലോ. ഡെൽറ്റ G0 is equal to -2.303 RT log ക്യൂവിന്റെ പകരം ക്യൂ പറഞ്ഞാൽ നമുക്ക് ഇവിടെ KW സെയിം സാധനമാണല്ലോ. സെയിം സാധനമല്ല, ഇത് റിയാക്ഷൻ കോഷ്യന്റ് ആണ്. ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് നമുക്ക് KW എഴുതാം. KW നമ്മൾ അയോണിക് ഇക്വിലിബ്രിയത്തിൽ പഠിക്കും, ഡിസോസിയേഷൻ ഓഫ് വാട്ടറിന്റെ. അപ്പൊ നമുക്ക് 2.303 ഇത് ലോഗ് ആക്കിയുണ്ട്. -2.303 ഇൻറ്റു 0.314 ഇൻറ്റു 298 ഇൻറ്റു ലോഗ് 10⁻⁻14, കാരണം അതാണ് നമ്മളെ 298 KWന്റെ വാല്യൂ. ഇതൊക്കെ നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 80 kJ/mol കിട്ടും. ഓക്കെ, അപ്പൊ അതായതാണ് ആൻസർ. ആൻസർ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗ്യാസ് ഫേസ് റിയാക്ഷൻ 2NO2 then exothermic reaction. അപ്പൊ ആദ്യം നമുക്ക് തന്ന ക്ലൂ exothermic reaction ആണ്. Exothermic reaction. The decomposition of N2O4 in equilibrium mixture of NO2 plus N2O4 can be increased by. അപ്പോൾ നമ്മളെ റിയാക്ഷൻ 2NO2 N2N4, അതാണ് നമ്മളെ റിയാക്ഷൻ, എക്സോതെർമിക് ആണ്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക? Addition of inert gas at constant pressure. Addition of inert gas at constant pressure പറഞ്ഞാൽ വോളിയം കൂടും. അപ്പം വോളിയം കൂടും, അപ്പം നമ്പർ ഓഫ് മോൾസും കൂടണം അല്ലെ. നമ്പർ ഓഫ് മോൾസ് കൂടിയാൽ 2NO2 ആണ് കൂടേണ്ടത്. നമുക്ക് ഇവിടെ എന്താണ് കൂടേണ്ടത്? ഡീകമ്പോസിഷൻ ഓഫ് N2O4. അപ്പൊ അതിന്റെ നേരെ ഒപ്പം N2O4 ഇങ്ങോട്ടേക്ക് ആവണം. അപ്പം കൂടുമല്ലോ, നമുക്കിത് മാറ്റി എഴുതാം. N2O4 ഡീകമ്പോസിഷൻ ആണല്ലോ, അപ്പൊ N2O4 നമുക്ക് തരുന്നത് 2NO2 ആയിട്ട് എഴുതാം. അപ്പൊ നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറിൽ ഇനർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ വോളിയം കൂടും, അപ്പം നമ്പർ ഓഫ് മോൾസ് കൂടണം, അപ്പൊ 2NO2 കൂടും. അപ്പം ഡീകമ്പോസിഷൻ ഫോർവേഡ് ഡയറക്ഷനിൽ നടക്കണം. അപ്പം ഇത് കറക്റ്റ് ആണ്. ലോവറിംഗ് ഓഫ് ടെമ്പറേച്ചർ ഇത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അത് ഇങ്ങനെ നടക്കുന്നത് എക്സോതെർമിക്. അപ്പൊ ഇത് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ടെമ്പറേച്ചർ ലോവർ ചെയ്താൽ പ്രൊഡക്റ്റ് കുറയല്ലോ, അപ്പൊ ഇതല്ല ആൻസർ. ഇൻക്രീസിങ് ദ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഇവിടെ നമ്പർ ഓഫ് മോൾസ് കൂടുതലാണ്, അപ്പം റിവേഴ്സിലാണ് നടക്കുന്നത്. അപ്പൊ ഇതല്ല ആൻസർ. പിന്നെ അഡീഷൻ ഓഫ് ആൻ ഇനേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ഇത് ഒരിക്കലും ചേഞ്ച് വരുത്തൂല അല്ലെ, ഒരിക്കലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ എഫക്ട് ചെയ്യൂല, അപ്പം അതുമല്ല ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the following reaction occurs in the blast furnace where iron
ore is reduced to iron metal. അപ്പം Fe2O3 iron metal ആയി ഫോം ചെയ്തു. Using the Le Chatelier's principle, predict which one of the following will not disturb the equilibrium. അപ്പം ഇവിടെ സോളിഡ് ആണ്, പിന്നെ ഗ്യാസ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. അഡീഷൻ ഓഫ് CO2 നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ മാറും, അപ്പം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറും. അപ്പം ഇതല്ല ആൻസർ. റിമൂവൽ ഓഫ് CO2 അങ്ങനെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറും. അപ്പം ഇതല്ല ആൻസർ. അഡീഷൻ ഓഫ് Fe2O3 സോളിഡ് ആണ്. അപ്പൊ കേസിൽ നമ്മൾ Fe2O3ന്റെ വാല്യൂ കൺസിഡർ ചെയ്യൂല. അപ്പം ഇതാണ് ആൻസർ. ഇത് കേസിനെ മാറ്റൂല. പിന്നെ റിമൂവൽ ഓഫ് CO അതൊരു ഗ്യാസ് ആണ്, അപ്പൊ അതും കേസിനെ എഫക്ട് ചെയ്യും. അതല്ല ആൻസർ. ഇനി നമുക്കുള്ള ചോദ്യം, solid XY kept in an evacuated sealed container undergoes decomposition to form a mixture of gases X and Y at temperature T. The equilibrium pressure is 10 bar in this vessel. Kp for this reaction is. അപ്പോൾ നമുക്ക് XY ഉണ്ട്. അത് ഡീകമ്പോസിഷൻ അണ്ടർഗോ ചെയ്ത് X+Y ഫോം ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് എന്താ പാർഷ്യൽ പ്രഷർ P എന്ന് എഴുതാം. ടോട്ടൽ പാർഷ്യൽ പ്രഷർ ആണെങ്കിൽ 10 ബാർ. അപ്പൊ 2P is equal to 10 ബാർ. അപ്പൊ P is equal to 5. അപ്പം Kp എത്രയാണ്? Kp is equal to Px into Py അല്ലെ? അത് is equal to P into P is equal to 5 square is equal to 25. അതാണ് നമ്മൾ ആൻസർ. അത്രയേ ഉള്ളൂ. അപ്പം ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നമ്മൾ ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കി, കുറച്ച് കേസസ്, കുറച്ച് സിനാരിയോസ് നോക്കി. പിന്നെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ കുറച്ച് സിനാരിയോസ് നോക്കി. പിന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ പറ്റി പഠിച്ച് അതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ യൂസസ്, നമുക്കത് വെച്ചിട്ട് റിയാക്ഷന് ഫോർവേഡ് ആണോ പ്രിഫർ ചെയ്യുക, ബാക്ക്വേർഡ് ആണോ പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്രൊഡക്ട്സിന്റെ വാല്യൂ, ഈ എമൗണ്ട് ഓൾമോസ്റ്റ് ഈക്വലേറ്റ് വരുമോ നോക്കാം. പിന്നെ നമുക്ക് റിയാക്ഷൻ കോഷ്യന്റ് വെച്ചിട്ട് റിയാക്ഷൻ എങ്ങോട്ടേക്കാണ് പ്രൊസീഡ് ചെയ്യുന്നത് അത് നമുക്ക് കണ്ടുപിടിക്കുക. അങ്ങനെ പല യൂസസ് ഉണ്ട് നമ്മളെ കേസി വെച്ചിട്ട്. പിന്നെ നമ്മൾ Le Chatelier's പ്രിൻസിപ്പിൾ പഠിച്ചത്, അത് ടെമ്പറേച്ചർ ബേസ് ചെയ്ത് പ്രഷർ, വോളിയം, കോൺസെൻട്രേഷൻ, പിന്നെ കാറ്റലിസ്റ്റ്, പിന്നെ ഇനേർട്ട് ഗ്യാസ്, അതിൻ്റെ ഒക്കെ പറ്റി നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. അപ്പം അവിടെ തീരും നമ്മൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം. താങ്ക് യു ഫോർ വാച്ചിങ്.